ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ യാത്ര പോയതിൻ്റെ വിശേഷങ്ങളിലെ അടുത്ത ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങളിതാ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെയാണ് ഇതിപ്പോൾ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ആദ്യം തന്നെ മെട്രോയിലോട്ടൊന്ന് പോവുകയാണ്. മെട്രോയിലപ്പം ഞാൻ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് കയറാമെന്നുള്ളൊരാഗ്രഹമായിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആട്ടോയിൽ നിന്ന് അവിടെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. താജ്മഹൽ മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് അകത്തോട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് പണിതതാണ് കേട്ടോ. നല്ല നല്ല നീറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അടിപൊളിയാണ്. ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നല്ല നല്ല നീറ്റായിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് വ്യൂസൊക്കെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം എന്താ അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഒരു അന്തരീക്ഷം. അപ്പം ഞങ്ങൾക്കിനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് താഴോട്ട് പോകണം. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയാൽ പറ്റും. അപ്പം ഞങ്ങൾ എസ്കലേറ്റർ വഴിയാണ് താഴോട്ട് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുന്നത് ഞങ്ങൾക്ക് ഇനി ആഗ്ര ഫോർട്ട് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അതിനുവേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് താഴോട്ട് പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബാഗൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തൊക്കെ അതിനകത്തോട്ട് വിടുകയുള്ളൂ. നമ്മളെയും ചെക്ക് ചെയ്യും അവർ. നല്ല അത്യാവശ്യം എല്ലാവിധ നല്ല സെക്യൂരിറ്റി കാര്യങ്ങളും ഉണ്ട്. അത് അവിടെ നമ്മൾ താജ്മഹലിൽ പോയാലും അങ്ങനെ തന്നെയാണ്. അതേപോലെ ആഗ്ര ഫോർട്ടിലായിരുന്നാലും എല്ലായിടവും അതിൻ്റേതായ സെക്യൂരിറ്റി ഉണ്ട്. നമ്മളെ ചെക്ക് ചെയ്തിട്ടൊക്കെ അകത്ത് കയറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി നിൽക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് ടിക്കറ്റിൻ്റെ ഒന്നും അധികം വിലയില്ല. ഒരാൾക്ക് ഒരു 10 രൂപ മാത്രമേ ഉള്ളൂ. തിരിച്ചും കൂടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 20 രൂപയാകും. അപ്പം ഞങ്ങൾ തിരിച്ചുള്ള ടിക്കറ്റ് എടുക്കണില്ല. അങ്ങോട്ട് മാത്രമുള്ള ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. അപ്പം ഞങ്ങൾ നേരെ ഇനി ആഗ്ര ഫോർട്ടിൽ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ തിരിച്ചെടുക്കാഞ്ഞത്. ഇപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം നമുക്ക് മെട്രോയിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകണം. എങ്കിൽ മാത്രമേ മെട്രോയിൽ കയറാൻ പറ്റൂ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു പൂക്കളൊക്കെ കാണാൻ. അപ്പം ഞാനങ്ങനെ വീഡിയോ എടുത്താണ്. എല്ലാം നല്ലതാണ്ട് ബഹളമോ അഴുക്കോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ടില്ലേ. പുതുതായിട്ട് പണിതതാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളും കൂടെ കണ്ടുവരാം. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. താജ്മഹലിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് മെട്രോയിൽ കയറാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് മെട്രോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കയറിയിട്ടില്ല, ഇതുവരെയും കയറിയിട്ടില്ല. പിന്നെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ പോകണം. അപ്പോൾ അതിന് ഇതുവരെ അവസരം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം അതിലേക്കാട്ടിയൊക്കെ ഉപരി നമുക്ക് താജ്മഹലിൻ്റെ മെട്രോയിൽ തന്നെ ആദ്യമായിട്ട് കയറാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിന് കാത്തങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വരുന്നുണ്ടോ മെട്രോ വരുന്നു. അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ് ഇതിൽ കയറാൻ. നമ്മൾ പോണത് പോലും അറിയത്തില്ല. പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും. ഒരു 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല. നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഇതിലിങ്ങനെ കയറുമ്പോൾ തന്നെ.
അങ്ങനെ നമുക്ക് പോകാനുള്ള മെട്രോ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ അതിലൊന്ന് കയറണം. അങ്ങനെ ആദ്യമായിട്ട് മെട്രോ ട്രെയിനിൽ എങ്ങനെ കയറുകയാണ്. ഇതാ കണ്ട, ആളുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കുറച്ച് പേരേ ഉള്ളായിരുന്നു. അതങ്ങ് കുറച്ച് ദൂരെയായിട്ടാണ് അവരിയ്ക്കുന്നത്. കുറച്ച് ഹിന്ദിക്കാർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പയ്യെ അങ്ങോട്ട് നടന്നു പോയി കേട്ടോ. അവരുടെ അടുത്തോട്ട് തന്നെ ഞങ്ങളങ്ങ് നടന്നു പോയി. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ആഗ്ര ഫോർട്ടിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അപ്പം ഞങ്ങളിതാ നേരെ ഇങ്ങനെ നടന്ന് അവരുടെ അടുത്തോട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തിയെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. ഒരുപാട് വീഡിയോസും ഫോട്ടോയും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. എടുത്തിട്ട് പിന്നെ നമ്മൾ നടന്ന് മുകളിലോട്ട് കയറിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എൻട്രിയിലെത്തുള്ളൂ. അപ്പം ഞങ്ങളിതാ അങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ അവിടെ ഉള്ള ഹിന്ദിക്കാരും അവിടെ തന്നെ ഇറങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ ടിക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണ്. മുകളിൽ കയറി ചെന്നാൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോയി. അവിടെ അപ്പോൾ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് അവരെ കാണിക്കുമ്പോൾ മാത്രമേ നമ്മൾ പുറത്തോട്ട് ഇറക്കി വിടുകയുള്ളൂ. അപ്പം ഞങ്ങൾ കാണിച്ചപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ ഇതല്ലായിരുന്നു. ഇതിന് മുൻപുള്ള അംബേദ്കർ സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ ട്രെയിൻ ഇപ്പം തന്നെ വരും, നിങ്ങൾ തിരിച്ചവിടെ പോയാൽ മതി, ഈ ഒരു ടിക്കറ്റ് കൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴെ ഇറങ്ങി ചെന്നു. ട്രെയിനായിട്ട് കാത്തിരുന്നപ്പോഴത്തേക്കും ട്രെയിൻ വന്നു കേട്ടോ. വന്ന് ഞങ്ങൾ വീണ്ടും അങ്ങനെ ആ ടിക്കറ്റിൽ തന്നെ ഞങ്ങൾ വീണ്ടും കയറിയിട്ട് പിന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിന് മുൻപുള്ള അംബേദ്കർ സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങളങ്ങനെ പുറത്തോട്ട് വരുവാണ്. അപ്പോൾ ടിക്കറ്റ് അവിടെ നമുക്ക് കാണിച്ചാൽ മാത്രമേ നമുക്കിവിടെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് പുറത്തോട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ നേരെ പോണത് ആഗ്ര ഫോർട്ട് കാണാനാണ്. അപ്പോൾ ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ആഗ്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്നതാണ് ആഗ്ര ഫോർട്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടാനും ഒന്നും ആരും മറക്കരുത്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.